ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടത് ചിക്കൻ ബിരിയാണിയാണ്. ഇൻഷാ അല്ലാഹ് ഞാനും വൈഫും പാടെ ഉണ്ടാക്കണ്ടേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് വിടുക, ഓക്കെ, ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടിയെടുത്ത് ഓക്കെ. ഹലോ, അപ്പൊ നമ്മൾ തുടങ്ങണേ. നമ്മൾ എടുത്തുള്ളതിന് ഒരു 3 വലിയ ഉള്ളി, 3 വലിയുള്ളി എടുത്തിക്കണേ. പിന്നെ നമ്മളിത് ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് 4 ചെറിയ തക്കാളി എടുത്തിക്കണേ. ഈ വലിപ്പമുള്ള ഒരു ഇഞ്ചി പീസ്, ഓക്കെ. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് പച്ചമുളക് എടുത്തിക്കണേ. പിന്നെ ചെറിയ 2 വെളുത്തുള്ളി, പിന്നെ ചോറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരറ്റ്, ഓക്കെ. നമ്മളിത് കട്ട് ചെയ്യാൻ പോകണേ. വെളുത്തുള്ളിയൊക്കെ തൊലിക്കണം, ഇഞ്ചി ചതക്കണം, വെളുത്തുള്ളി ഇഞ്ചി ചതക്കുക, പച്ചമുളക് ചതക്കുക, ഓക്കെ. അത് നമ്മൾ കുഞ്ഞു ഉള്ളി കട്ട് ചെയ്യണേ. ഞാൻ അവിടെ നിർത്തി അപ്പൊ നമ്മൾ അടുത്തത് തക്കാളി കട്ട് ചെയ്യണേ. ഇത് നമ്മള് പട്ട, ആവശ്യത്തിനുള്ള കുറച്ച് പട്ട, പിന്നെ ഏലക്കായി, ഓക്കെ. ഏലക്കായ ഇട്ടോ. ഇനി അതിക്ക് നമുക്ക് കറാമ്പൂവ്, ഗ്രാമ്പൂ ഇട്ടു. അപ്പൊ അതങ്ങനെ സെറ്റായി. ഇനി നമുക്ക് പൊരിക്കാനുള്ള സാധനമാണ്. പൊരിക്കാനുള്ള അണ്ടിപ്പരിപ്പ് ഇട്ടോ. പിന്നെ വേണ്ടി നമുക്ക് മുന്തിരി, ഓക്കെ, മുന്തിരി ഇട്ടോ, ഓക്കെ. അമ്മ ഇത് നല്ല ഇതൊക്കെ മുന്നേ വറുത്തെടുക്കണം, ഓക്കെ. അപ്പൊ എല്ലാവരും വീണ്ടും എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമന്റ് വിടുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഓക്കെ. നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മളെ വിജയം, ഓക്കെ. അപ്പൊ നമ്മള് ഇതിക്ക് ഡാൽഡ ഒഴിക്കണം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, തക്കാളിയൊക്കെ വാട്ടാന്, ഓക്കെ. അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചൊക്കെ നമ്മളെ ചെറുക്കം ഇങ്ങനെ എടുത്തോണ്ട് പോകണ്ട, നമ്മളെ ഇഷുമോന് തീർക്കണം. അപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പ് ഈ നെയ്യൊക്കെ ഇടണേ, ഓക്കെ. ആ അണ്ടിപ്പരിപ്പ് പൊളിച്ചിട്ടുണ്ടോ. അപ്പൊ തന്നെ നമ്മള് അടുത്ത മുന്തിരി ഇടണേ, ഓക്കെ. മുന്തിരി പെട്ടെന്ന് ആവണ്ടാണ്. അപ്പൊ തന്നെ നമ്മള് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കട്ടോ. നമ്മളെ വല്യുള്ളി ഉണ്ടല്ലോ മേലെ ഡെക്കറേഷൻ ചെയ്യാനുള്ളത്, അത് നമ്മൾ കുറച്ച് പൊരിച്ചെടുക്കണേ. ഒരു 1/2 ഉള്ളി എടുത്തുള്ളൂ കേട്ടോ, 1/2 വല്യുള്ളി ഇട്ടുള്ളൂ. അങ്ങനെ എന്തായി, കറണ്ടും പോയി. ഇപ്പൊ കറണ്ട് പോയി, ഫോണിന്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കണം. മാഷാ അല്ലാഹ് നല്ല ക്ലിയർ ഉണ്ട്. എന്റെ പെണ്ണുങ്ങൾ വെറും തരികണം, ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല. അവിടെയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി തിന്നെടുക്കണേ. ആ
അപ്പൊ നമ്മളിത് വറുത്ത് റെഡി ആയിക്കണ ഉള്ളി. ഓക്കെ, അപ്പൊ നമ്മൾ മസാല ഉണ്ടാക്കേണ്ടത് നമ്മൾ കുക്കറിലാട്ടാ. കുക്കറിലാണ് നമ്മൾ മസാല ഉണ്ടാക്കേണ്ടത്. ഓക്കെ, കുക്കറിലാണ് മസാല ഉണ്ടാക്കേണ്ടത്. പെട്ടെന്നായി കിട്ടാനാണ്, വളരെ പെട്ടെന്നുള്ള ബിരിയാണിയാണ്. പെട്ടെന്ന് ബിരിയാണി റെഡി ആക്കണം. വൈഫിനായിട്ട് ഹോസ്പിറ്റലിൽ പോകണ്ട്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത ആ എണ്ണ കൊണ്ട് തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, കുറഞ്ഞ ചെലവിൽ അടിപൊളി ബിരിയാണി. ഇത് കുറച്ച് സൺഫ്ലവർ ആ ഓയിൽ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, പോരാ. അപ്പൊ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്. നമ്മൾ ഒന്നിച്ച് പേസ്റ്റ് ആക്കി ഇട്ടാണ് അത് ഇടാൻ പോകണേ. ഓക്കെ, അതിട്ട് ഇത് മൂത്തിന് ശേഷം നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയെടുക്കാണ്ട്. നമ്മൾ ചിക്കൻ പൊരിക്കാതെ കേട്ടോ ബിരിയാണി ഉണ്ടാക്കണ്ടേ. ചിക്കൻ പൊരിക്കണില്ല, പൊരിക്കാതെയാണ് ബിരിയാണി ഉണ്ടാക്കണ്ടേ, ചിക്കൻ പൊരിക്കാതെ. അപ്പൊ നമ്മളിഞ്ഞ് പിന്നെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിടണേ, ഉള്ളി വല്യുള്ളിയൊക്കെ. ഞാനിപ്പോ 2 ടീസ്പൂണ് ഇതാ ഉപ്പിടുണ്ട്. ഓക്കെ, ഈ ആവശ്യത്തിന് നമുക്ക് പിന്നെ ഇടാം. അപ്പൊ നമ്മളിനി ഇതിലേക്ക് തക്കാളി ഇടാൻ പോവാണേ. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇതിലേക്ക് ഇടാൻ പോകണേ. ഓക്കെ, ഉള്ളി നമ്മൾ നല്ലോ മൂത്തയക്കണം കേട്ടോ. അപ്പം ഇത് നല്ല മൂത്തിക്കണേ. ഇത് മൂടി വെച്ച മൂടി തരുവീൻ മൂടി തരുവീൻ മൂടിടാ. അപ്പൊ നമ്മള് കുടുക്കിയിലാണ് പിന്നെ ഇതുണ്ട് ചോറ് ഇമ്പുണ്ട് ഊറ്റാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒട്ടി പിടിക്കാതിരിക്കാന് ഒരു ശകല നെയ്യ് വയ്ക്കുന്നുണ്ട്, അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാന്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പിന്നെ ഏലക്കായ് കറാമ്പൂ പട്ട അതൊക്കെ മതിക്കിടണേ. അതിന്റെ കൂടെ നമ്മൾ ക്യാരറ്റ് ഇടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നമ്മൾ ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പിടുണ്ട്. ഞാൻ 2 സ്പൂൺ ഇട്ടുണ്ടാവും. ഇതാണ് 3 സ്പൂൺ ഉണ്ട്. കൊണ്ട് 2 സ്പൂൺ ഉണ്ടാവില്ല, അതുകൊണ്ട് 3 സ്പൂൺ ഉണ്ട്. അതെയാ പറയാ. ഓക്കെ, 3 സ്പൂൺ ഉപ്പിട്ടിക്കണേ. ഇത് തളിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇടണം. അപ്പൊ ഞാൻ അപ്പൊ നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് പിന്നെ മുളകും പൊടി ഇട്ടു. അതായത് അര സ്പൂണ് മഞ്ഞൾപ്പൊടി. ഓക്കെ, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. നമ്മളാകെ 1 കിലോ ബിരിയാണി അരി കൊണ്ടാണ് ചോറുണ്ടാക്കുന്നത്. ഞാനും പെണ്ണുങ്ങളും കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 1 കിലോ ആണ് എടുക്കുന്നത്. എത്ര കുറച്ച് ഇതാണ് ആവശ്യമുള്ള ഗരം മസാല കേട്ടോ. 1.5 സ്പൂണോളൊക്കെ വേണം. 1.5 സ്പൂണോ? 1.5 സ്പൂണ് ഗരം മസാല. അത് നമ്മള് കളവ് ഇട്ടുണ്ട് റെഡിയാക്കിയാൽ മതി. നല്ലോ ഇളക്കുക, ഇളക്കി ഉയ്ത് മുറിച്ചെടുക്കുക.
അപ്പോൾ നമ്മളിതാ ഇത്ര മല്ലി ചപ്പ് കൊടുത്തിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോകണേ. നമ്മളിത് കട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇടാൻ പോവാണ്. നല്ല ഇറക്കി കൊടുക്കുക. മുച്ച തൈര് ഇട്ടാ തൈര് 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 വെച്ചാ. അപ്പോൾ നമ്മൾ തൈര് വയ്ക്കണതൊക്കെ ഒരു ഏകദേശം ഒരു കയ്യില് ഒരു കപ്പ് തൈര് അല്ലേ? ഓക്കെ, ഒരു 2 കയ്യില് തൈര് ഇട്ടാ. പുളി ഉണ്ടെങ്കിൽ കമ്മിയാക്ക നിങ്ങളെ. പോയെടുത്ത പൂച്ച ഉപ്പ് നോക്കിയാളി. ഉപ്പൊക്കെ ഉണ്ടോ? ഉപ്പിട്ട് ഞാനാണ്. അപ്പൊ നമ്മൾ ഞങ്ങൾക്ക് ചിക്കൻ ഇടാൻ പോവാണ്. 1/2 കിലോ ചിക്കൻ ആട്ടാ. ലോമ ഇളക്കുക. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. ചിക്കൻ പൊരിക്കാതെ ഉണ്ടാക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി വെച്ചാല് ചിക്കൻ പൊരിക്കാതെ ബിരിയാണി ഉണ്ടാക്കണം. ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ വെന്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടം. പൊരിച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വലിയ ഇഷ്ടമല്ല. അതാണ് പ്രത്യേക ടേസ്റ്റും അത്. ഇതെല്ലാം മസാല ഒക്കെ എല്ലായിടത്തേക്ക് എത്തി. നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് മൂടി വെക്കുക. ചിക്കൻ വന്നതിന് ശേഷം ഒരു ഫിസിലടിച്ചതിന് ശേഷം നമുക്ക് ഇതാവും. ഓക്കെ, അതിൻ്റെ ശേഷം നമുക്ക് ദമ്മിടാം. അപ്പോൾ അതും ചോറാവും. ഇത് ദമ്മിടാം. ഓക്കെ, അപ്പോൾ നമ്മളിത് മൂടി വെക്കാൻ പോവാണേ. മൂടി വെച്ചു. ഇനി നമുക്ക് ഒറ്റ ഫിസിലടിച്ചാൽ. അപ്പോൾ നമ്മളിത് അരി ഇടണേ. ഓക്കെ, അതിൽ ആദ്യം കുറച്ചിട്ടിരുന്നേ. ബാക്കി എന്താണ് വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മൾ അരി ഇട്ടു. ഇനി അരി ഒരു 80% ബന്ധമായിട്ട് നമുക്ക് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ ഫുള്ള് വേവ് ആകാൻ പാടില്ല. ഇത് 80%. അപ്പോൾ നമ്മളെ ചോറ് വെന്തിക്കണിട്ടാ. നമ്മൾ പറഞ്ഞ 80% വെന്തിക്കണേ. അപ്പോൾ നമ്മളിത് ഊറ്റാൻ പോകണേ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കിയില്ല. ആ മസാല ഇത് തുറക്കണേ. ഓക്കെ, തുറന്നേ. ചിക്കനൊക്കെ ഒരു വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിടാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ ദമ്മിടാൻ പോകണേ. നമ്മൾ ചിക്കൻ മസാല ഫുള്ള് ഇടണേ. ഫുള്ള് പൂച്ച ഫുള്ളോ. അപ്പോൾ നമ്മൾ ചോറ് ഇടണേ. ദമ്മിടാൻ പോവാണേ. കളയല്ലേ. അപ്പൊ നമ്മള് 6 kg വയ്ക്കണേ. ഓക്കെ, ആർക്കേജ് കട്ടായി. അപ്പൊ ഞാനത് കയ്യിലേക്ക് എടുത്ത് ചൂടാക്കി വെക്കുന്നത്.
ഞാൻ കുറച്ചുകൂടെ മല്ലി ഇടും കേട്ടോ മേലെ. ഇന്ന് ദമ്മ ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നുണ്ട്. മൈദ കുഴച്ച് വെച്ചിക്കണേ. ഇതാണ് ഞാൻ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട് ദമ്മ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മൈദ ഒക്കെ തേച്ച് റെഡിയാക്കിക്കണേ. ദം ബിരിയാണിയാണ്. ഓക്കെ, പിന്നെ അത് മൂടി വെക്കാൻ പോകണേ. ഓയ് ആ പൊട്ടിയാ? ആ അവൻ വേറെ പൊടിച്ചട്ടെ. ഞാൻ കടലൊക്കെ വെക്കാൻ ഏകദേശം നമ്മള് കോട്ടേഴ്സിലാണ് താമസം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനൊന്നും സാധിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു മോഡലാക്കി വെക്കണം. ഇതിന് മേലെ എന്തെങ്കിലും കനം കയറ്റി വെക്കണം, എന്നാലും അതിൻ്റെ ദമ്മിട്ടുള്ളൂ നമുക്ക്. ഇപ്പൊ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റുകൾ വിടുക. ഓക്കെ, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ചെറിയൊരു പരീക്ഷണമാണ്. നമ്മളിതാ ഇതിൻ്റെ മേലെ ചെറിയൊരു കനം കയറ്റിയേക്കണം കേട്ടോ. ചെറിയൊരു കനം കയറ്റിയേക്കണ്ടേ. പിന്നെ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അവിടെ വേവണം. ഓക്കെ, അപ്പോത്തിന് നമുക്ക് എല്ലാം റെഡി ആവും ഇൻഷാ അല്ലാഹ്. അടിപൊളി ബിരിയാണി ആവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, ഇത് മേലുള്ളത് ഞാൻ കനം കയറ്റി വെച്ചാൽ ചെറിയ കലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് കയറ്റി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ദമ്മ് പൊട്ടിക്കാൻ നിൽക്കണേ. ഓക്കെ, കനം വെച്ചൊക്കെ എടുത്ത് ഒഴിവാക്കി നമ്മൾ ദമ്മിന് മൈദ കുഴച്ച് വെച്ചിന്. അത് നല്ല അടിപൊളി വെന്ത് കഴിക്കുന്നതാണ്. മാഷാഅല്ലാഹ് സൂപ്പർ ആയിരിക്കും തോണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. നമുക്ക് ചെറിയ കുരുട്ട വടാറ് സ്മെല്ല്. നമ്മളെ കല്യാണപ്പരയിൽ പണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പല്ല പണ്ടൊക്കെ നമ്മളെ കല്യാണപ്പരയില് ബിരിയാണി പൊട്ടിച്ചാൽ എന്ത് സ്മെല്ലുണ്ടാവും, ആ മോഡൽ സ്മെല്ലാണ് പൊട്ടിച്ച് പൊട്ടിയത്. മാഷാഅല്ലാഹ് സൂപ്പർ ആയിക്കണ വിചാരിക്കണേ. ഇളക്കാനൊക്കെ പെണ്ണുങ്ങൾ ഏൽപ്പിച്ചു. മാറിക്കാണ്. ഓ